റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ടോ ഇല്ലയോ എനിക്കിപ്പോൾ അറിയണം. അങ്ങനെ പറയാൻ പറ്റില്ല. റഷ്യൻ എണ്ണ നമ്മൾ വാങ്ങുന്നുണ്ട്, പക്ഷെ വാങ്ങുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇറാൻ 4 വശത്തും സാങ്ഷൻ ആണല്ലോ. അങ്ങനെയാണ് ഇതിനോടകം ചത്തുപോകേണ്ടതല്ലേ ഇറാൻ? പോയില്ലല്ലോ. കാര്യം എന്താ? ഇറാനിൽ നിന്ന് ചൈന എണ്ണ വാങ്ങുന്നുണ്ട്. സാങ്ഷൻസ് ആണ്, എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ ചൈന എണ്ണ കൊണ്ടുപോകുന്നുണ്ട്. എന്താ, ചൈനയ്ക്ക് സാങ്ഷൻ ബാധകമല്ലേ? ബാധകമൊക്കെയാണ്, പക്ഷെ ചൈനയും കൊണ്ടുപോകും. അതിന് കള്ള ടാങ്കർ എന്നൊക്കെ പറയും. അതിന് അങ്ങനെയാണ് 3 ടാങ്കർ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടായത്. മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്ത് റിട്ടയറായ ആൾക്കാരോട് ചോദിച്ചു നോക്കുക, എങ്ങനെയാണ് ഈ കപ്പലുകളൊക്കെ മാറ്റുന്നത്? നടുക്കടലിൽ വെച്ചിട്ട് ഇന്ത്യയുടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ഒരു കപ്പൽ പെട്ടെന്ന് റഷ്യയുടെ ആയിട്ട് മാറും, കൊടി മാറും, ഡെസ്റ്റിനേഷൻ മാറും, ജിബൂട്ടിയിലേക്ക് പോകുന്നു എന്ന് പറയും. ഇവൻ നേരെ പാകിസ്ഥാനിലേക്കായിരിക്കും വെച്ച് പിടിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ സംശുദ്ധ കള്ളത്തരം നടമാടുന്ന ഒരു ഏരിയയാണ് എണ്ണ കച്ചവടം. അത് സാങ്ഷൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് നിരയോ നടന്നു പോകും. അപ്പോൾ സാങ്ഷൻസ് ഉള്ള രാജ്യം, അത് പ്രഖ്യാപിച്ച രാജ്യത്തെ ഒഫൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യം കാണും. അമേരിക്കയുമായിട്ട് ഒരു വഴക്ക് നമുക്ക് മുതലാകുമോ എന്ന് ആദ്യം ചിന്തിക്കുക. മുതലാവില്ലല്ലോ, അത് സത്യമാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ആ രാജ്യത്തെ പറ്റിക്കുക. ഈ പറ്റിക്കുമ്പോൾ നമ്മൾ പറ്റിക്കുന്നുണ്ട് എന്ന് അമേരിക്കയ്ക്കും അറിയാം. പക്ഷേ എന്നാലും അറിഞ്ഞുകൊണ്ട് എന്നെ വെല്ലുവിളിക്കുന്നില്ലല്ലോ. എൻ്റെ പുറകെ കൂടെയല്ലേ പോകുന്നു. പുറകെ കൂടെ മാർക്കോ റുബിയോ തന്നെ ട്രംപിനോട് പറയും, ചേട്ടാ പുറകെ കൂടെ അവൻ കപ്പലിലെ എണ്ണ കൊണ്ടുകൊണ്ടിരിക്കുക, മുമ്പിലിരുന്ന് അവൻ എണ്ണ വാങ്ങുന്നില്ല എന്നും പറയുന്നു. പുറകെ കൂടെയല്ലടാ, കൊണ്ടുപോട്ടെ, അവനും ജീവിക്കട്ടെ, നീ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് ആർക്കെങ്കിലും ഒഫീഷ്യലി പറയാൻ പറ്റുമോ? ജയശങ്കറിന് പറയാൻ പറ്റുമോ? ഇല്ല. പീയൂഷ് ഗോയലിന് പറയാൻ പറ്റുമോ? ഇല്ല. മോദിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഈ വാങ്ങുന്ന കമ്പനികൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവരോട് ചോദിച്ചാൽ അവർ പറയും റഷ്യൻ എണ്ണയോ? അല്ല, അപ്പോൾ ഈ കിടക്കുന്ന കപ്പലിലെ എണ്ണയോ? അത് റഷ്യ അല്ല, അത് വെനിസ്വല എന്ന് കൊണ്ടുവന്നു. നമുക്ക് എങ്ങനെ അറിയാം? ബ്രഹ്മാണ്ഡ കപ്പൽ കിടക്കുന്നത് റഷ്യയിൽ നിന്ന് വന്നതാണോ വെനിസ്വലയിൽ നിന്ന് വന്നതാണോ? ആർക്ക്? കപ്പലിലെ ജോലിക്കാരെ ചോദിച്ചു നോക്കുക. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇത് കിട്ടി, അവിടെ പോകണ്ട, നേരെ ഇവിടെ കൊണ്ടുപോയി ഇറക്കുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇത് ഞാൻ പറയുമ്പോൾ പൊട്ടത്തരമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ തോന്നും. ഇങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. സൂപ്പർ കള്ളത്തരം രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. അതിൽ നമ്മൾ സത്യസന്ധനാണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അണ്ടം കീറിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കള്ളക്കളിയും കളിക്കുന്നുണ്ട്.